യോജിച്ചവ എടുത്തെഴുതുക. 1. എല്ലാ കഴിവുകളുടെയും ഉടമ അല്ലാഹു. 2. മരിച്ചവരെ ജീവിപ്പിക്കൽ ഈസ അലൈഹിസ്സലാം. 3. അതിഗുരുതരമായ അതിക്രമം ശിർക്ക്. 4. ഔലിയാക്കൾ കറാമ. 5. തീക്കുണ്ടാരം ഇബ്രാഹിം അലൈഹിസ്സലാം. ശരി അടയാളപ്പെടുത്തുക. 1. ഈജിപ്തിലെ ഗവർണർ അംർ ഇബ്നുൽ ആസ്. 2. ഖുലഫാഉ റാഷിദൂൻ. 4. 3. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെട്ടത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. 4. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഖുർആൻ. 5. നൈൽ നദിക്ക് കത്തെഴുതി ഉമർ റളിയല്ലാഹു അൻഹു. ഉത്തരം എഴുതുക. 1. കെറാമത്ത് എന്നാൽ എന്ത്? ഉത്തരം ഔലിയാക്കളുടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങളാണ് കെറാമത്ത്. 2. ഇബാദത്ത് എന്നാൽ എന്ത്? ഉത്തരം അങ്ങേ അറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത്. 3. ആരാണ് അൻബിയ മുർസലുകൾ? ഉത്തരം അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അൻബിയ മുർസലുകൾ. 4. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എന്തെല്ലാം? ഉത്തരം ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്. 5. തൗഹീദ് എന്നാൽ എന്ത്? ഉത്തരം അല്ലാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ് എന്ന വിശ്വാസത്തിന് തൗഹീദ് എന്ന് പറയുന്നു. വ്യക്തമാക്കുക. 1. ഷിർക്ക്. അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന് വിശ്വാസം. 2. മുഅ്ജിസത്ത്. പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് ബോധ്യപ്പെടുത്താൻ അള്ളാഹു അവർക്ക് നൽകുന്ന അസാധാരണ സംഭവങ്ങൾ. 3. ഇജ്മാ. ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായം. 4. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിയ്യത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കൽ. 5. ഗൈബ്. സൃഷ്ടികൾ സാധാരണ ഗതിയിൽ അറിയാത്ത കാര്യങ്ങൾ. സാരം എഴുതുക. 1. മൻ ആദലി വലിയം ഫഖദ് അദൻതുഹു ബിൽ ഹർബ്. അർത്ഥം എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. 2. അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ. അർത്ഥം ഇഹലോകം പരലോകത്തിലേക്കുള്ള കൃഷിയിടമാണ്. പൂരിപ്പിക്കുക. 1. വകുല്ലും ഫീ ഫലക് ഡേഷ്. ഉത്തരം യസ്ബഹൂൻ. 2. ഇന്നശ്ശൈത്വാന ലിൽ ഇൻസാൻ
ഡാഷ് മുബീൻ. ഉത്തരം അദുവൻ. എണ്ണം എഴുതുക. 1. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ. 4. 2. സൂറത്ത് മക്കിയ 76. 3. സൂറത്ത് മദനിയ 27. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 1. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം. 2. തൗഹീദിൻ്റെ സൂറത്ത് ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസ്. 3. എത്ര വർഷം കൊണ്ടാണ് ഖുർആനിൻ്റെ അവതരണം? 23 വർഷം കൊണ്ട്. 4. മനുഷ്യ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്നത് ആര്? പിശാച്. 5. പ്രതിഫലം നൽകപ്പെടുന്ന ലോകം പരലോകം.